أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وهو الذي جعل لكم الليل لباسا والنوم سباتا وجعل النهار نشورا. صدق الله العظيم. الفرقان 47. വഹുവ അവനാകുന്നു അല്ലദീ ജഅല ലക്കും അല്ലൈല രാത്രിയെ നിങ്ങൾക്ക് ആക്കിയവൻ, ലിബാസ വസ്ത്രമായിട്ട്, വന്നൗമ ഉറക്കിനെ, സുബാത്ത വിശ്രമമായിട്ടും, അല്ലെങ്കിൽ ബ്രേക്ക് എന്ന് നമ്മൾ പറയില്ലേ, ഇടവേള ആയിട്ടും, രണ്ടും അതിൻ്റെ അർത്ഥമാണ്. വജഅലൻ നഹാറ അവൻ പകലിനെയും ആക്കിയവനാണ്. വജഅലൻ നഹാറ അവൻ പകലിനെ ആക്കിയിരിക്കുന്നു. അഥവാ വഹുവല്ലദീ ജഅലൻ നഹാറ എന്നാണ്. പകലിനെ ആക്കിയവൻ അവനാണ്. എന്ത്? നുഷൂറ ഉണർവ് അല്ലെങ്കിൽ ഉന്മേഷ വേള, ഉയിർത്തെഴുന്നേൽപ്പ് എന്നർത്ഥവും ഉണ്ട്. സത്യനിഷേധികൾ കാലികളെപ്പോലെ ചിന്തിക്കുന്നില്ല എന്ന് ആക്ഷേപിച്ച ശേഷം നാഥൻ വിവരിക്കുകയാണല്ലോ. അള്ളാഹുവിനെ ചിന്തിച്ചാൽ സ്വയം മനസ്സിലാകാവുന്ന കാര്യങ്ങൾ, അടയാളങ്ങൾ, തെളിവുകൾ. അതിൻ്റെ മുമ്പ് സ്വന്തത്തെ ഇലാഹാക്കിയവനെ കണ്ടില്ലേ എന്ന് ചോദിച്ചു. അഥവാ എനിക്ക് തോന്നിയതുപോലെ ജീവിക്കും എന്ന് ചിന്തിച്ച് നടക്കുന്ന, എന്ന് അഹങ്കരിക്കുന്ന മനുഷ്യൻ. മുകളിൽ പറഞ്ഞത് അവൻ്റെ നിഴൽ പോലും അവനെ അനുസരിച്ചല്ല, അള്ളാഹുവിനെ അനുസരിച്ചാണ് എന്നാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ നിയന്ത്രണം അവനിലേക്ക് വരുന്നത് സൂര്യനെ നിയന്ത്രിക്കുന്നതിലൂടെയാണ്. അങ്ങനെ ആകാശത്തും നിയന്ത്രണത്തിൻ്റെ ഫലമായി ഭൂമിയിലുള്ള അവൻ്റെ നിഴലും ഒക്കെ അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചല്ല, അള്ളാഹുവിൻ്റെയാണ് എന്ന് പറഞ്ഞു. ഇനി അടുത്തത് മനുഷ്യൻ്റെ ജീവസന്ധാരണം നടക്കുന്ന കാര്യമാണ്. രാവും പകലും, ഉറക്കും അധ്വാനവുമൊക്കെ. മനുഷ്യനായി ജീവിക്കുന്നത് ഒന്ന് ഉറങ്ങുന്നത് കൊണ്ടാണ്, അധ്വാനിക്കാൻ കഴിയുന്നത് ഉറങ്ങുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ കഴിയില്ല. അതുകൊണ്ടാണ് ആ ഉറക്കം സാധ്യമാകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാത്രിയാണ്. പൊതുവെ മനുഷ്യർ ബഹുഭൂരിപക്ഷവും ഉറങ്ങാൻ തിരഞ്ഞെടുക്കുന്ന സമയം രാത്രിയാണ്. കാരണം രാത്രി ഒരു വസ്ത്രം പോലെ അവനെ പൊതിയുന്നുണ്ട്. രാത്രി ഇല്ലായിരുന്നുവെങ്കിൽ മനുഷ്യൻ വളരെ പ്രയാസപ്പെടുമായിരുന്നു. അതുകൊണ്ടാണ് വഹുവല്ലദീ ജഅല ലക്കുമുൽ ലൈല ലിബാസ, രാത്രിയെ നിങ്ങൾക്ക് വസ്ത്രമാക്കി തന്നിരിക്കുന്നു. യുഗ്ഷിൽ ലൈലൻ നഹാറ, രാത്രി കൊണ്ട് പകലിനെ മൂടുന്നു, പൊതിയുന്നു എന്നൊക്കെ പറഞ്ഞതും കണ്ടല്ലോ നമ്മൾ. അങ്ങനെ രാത്രിയെ വസ്ത്രമാക്കി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യനെ പൊതിഞ്ഞ്, സാധാരണ ഉറങ്ങുന്ന ആളുകൾ വലിയ വെളിച്ചത്തിൽ ഉറങ്ങുന്നതിനേക്കാളും ഇഷ്ടപ്പെടുക ഒരു മൂടി പൊതിച്ച് ഉറങ്ങാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് യാ അയ്യുഹൽ മുസമ്മിൽ, യാ അയ്യുഹൽ മുദ്ദസ്സിർ എന്നൊക്കെ പറഞ്ഞത് ഖുർആനിലുണ്ടല്ലോ. ഇങ്ങനെ ഉറക്കിൻ്റെ ഒരു അനിവാര്യതയാണ്, അല്ലെങ്കിൽ ഒരു സൗകര്യമാണ് ഒരു മറ എന്ന് പറയുന്നത്. അത് എല്ലാ ജീവജാലങ്ങൾക്കുമായി അല്ലാഹു തആല എല്ലാവർക്കും ഉറങ്ങാൻ, അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം ജന്തുക്കൾക്കും ഉറങ്ങാൻ മൊത്തത്തിലൊരു മൂടുന്ന വസ്ത്രമാക്കി രാത്രി നിശ്ചയിച്ചിരിക്കുന്നു. ഇതാര് ചെയ്തതാണ്? എനിക്ക് തോന്നുമ്പോൾ ഉറങ്ങും, തോന്നുമ്പോൾ ഉണരും എന്ന് ദേഹേച്ഛ ഇലാഹാക്കിയവൻ ചിന്തിക്കുന്നത് പോലെ കഴിയുമോ? ഈ സൗകര്യപ്പെടുത്തി തന്നത് ആരാണ് എന്നൊന്ന് ചിന്തിച്ചാൽ അള്ളാഹുവിനെ മനസ്സിലാകാതിരിക്കുമോ? ഇതിന് രണ്ടിനുമാണ് അള്ളാഹു അത് പറഞ്ഞു തന്നത്. ചിന്തിച്ചാൽ മനുഷ്യന് മനസ്സിലാകും. പ്രപഞ്ചത്തിൽ അള്ളാഹു തആല ക്രമീകരിച്ചു വെച്ചതിനെ ഉപയോഗിക്കുന്ന ഒരു വിനീത സൃഷ്ടി മാത്രമാണ് മനുഷ്യൻ എന്ന്. വന്നൗമ സുബാത്ത, സുബാത്ത് എന്ന് പറയുന്നത് വിശ്രമം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കും. അതുപോലെ ഇൻഖിത്താ, മുറിക്കുക അഥവാ ബ്രേക്ക്,
അധ്വാനത്തിൽ നിന്നൊരു ബ്രേക്ക് എടുക്കുക, എന്നിട്ട് വിശ്രമിക്കുക. ആ വിശ്രമമില്ലെങ്കിൽ, ഉറങ്ങുന്നില്ലെങ്കിൽ, ഉറക്കമെന്ന വിശ്രമം കിട്ടുന്നില്ലെങ്കിൽ മനുഷ്യൻ ശാരീരികമായി മാത്രമല്ല തളരുക, മാനസികമായി തളർന്നു പോകുകയും ഒരു വേള ഭ്രാന്തനായി മാറുകയും ഒക്കെ, അങ്ങനെ ഒട്ടും ചിന്തിക്കാൻ കഴിയാത്ത ജന്തുവായി തീരുകയും ഒക്കെ ചെയ്യും. മനുഷ്യനെ വിവേകപൂർവ്വം നിലനിർത്തുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഏർപ്പെടുത്തിയിട്ടുള്ള സുബാത്ത് ആകുന്നു. പക്ഷേ എന്നിട്ടും മനുഷ്യൻ ചിന്തിക്കുന്നില്ല, നാൽക്കാലിയെ പോലെ ഭ്രാന്തെടുത്ത് നടക്കുകയാണ് എന്നാണ് സൂചന. അള്ളാഹു ആക്കി തന്നതാണ് ഈ ഉറക്കിനെ. ഉറക്കം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, നമുക്കറിയാം. വൈകുന്നേരമാകുമ്പോൾ ആകെ ക്ഷീണിച്ച് അവശനായി എന്ന് പറയുന്ന മനുഷ്യൻ പിറ്റേന്ന് രാവിലെ നവോന്മേഷത്തോടു കൂടി ഉണരുന്നതിൻ്റെ കാരണം ഉറക്കാണ്. ഉറക്കം നന്നായി കിട്ടിയാൽ ഒരുപാട് പ്രശ്നങ്ങൾ താനെ പരിഹരിക്കപ്പെടുന്ന വിധം ശരീരത്തെയും മനസ്സിനെയും ഒക്കെ അത് റീബിൽഡ് ചെയ്യും. ആ ബ്രേക്ക് ഒരു മാറി നിൽക്കലാണ്, ഒരു ജീവിതായോധനത്തിൽ നിന്നൊരു ബ്രേക്ക് എടുക്കലാണല്ലോ ഉറക്കം എന്ന് പറയുന്നത്. അള്ളാഹു സംവിധാനിച്ചതാണ് എന്ന് പറയുന്നതിന് അതിലേക്ക് ചേർത്ത് അഫറൈത മൻ ഇത്തഖദ ഇലാഹു ഹവാഹു എന്നും, അതുപോലെ പിന്നെ ഉലായി ഇൻഹും ഇല്ലാ കൽ അൻആമി എന്ന് പറഞ്ഞതുമായി ചേർത്ത് വായിച്ചാൽ ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, നിഴലിനെ പോലെ തന്നെ ഞാൻ ഉറങ്ങുകയാണ്, ഞാൻ ഉറങ്ങാൻ പോകുകയാണ് എന്നൊക്കെ കിടക്കാനൊക്കെ ഒരാൾക്ക് തീരുമാനിക്കാൻ പറ്റും. പക്ഷേ ഉറക്കം എവിടെ നിന്ന് കിട്ടണം? അള്ളാഹുവിൽ നിന്ന് കിട്ടുകയല്ലാതെ വേറൊരു നിവൃത്തിയുമില്ല. അതുകൊണ്ട് ഞാൻ ഉണരുകയാണ്, ഉറങ്ങുകയാണ് എന്നൊന്നും സ്വയം അങ്ങ് തീരുമാനിക്കാൻ പറ്റില്ല. ഉറക്കം ഇങ്ങോട്ട് വരണം. അത് ഞാൻ ഉറങ്ങുകയാണെന്ന് തീരുമാനിച്ചാൽ ഉറക്കം വരികയില്ല. അല്ലാഹു തആല ഉറക്കം തന്നാൽ തന്നെ ഉറങ്ങാൻ കഴിയുകയുള്ളൂ. അങ്ങനെ സ്വന്തം ശരീരത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ പോലും അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ്, അല്ലാതെ അവനവൻ്റെ നിയന്ത്രണത്തിലല്ല. അത് ചിന്തിക്കാതെയാണ് ദേഹേച്ഛ ഇലാഹാക്കി നടക്കുന്നത് എന്ന് ചുരുക്കം. വജഅലൻ നഹാറൻ ഷൂറ, പകല് രാത്രിയിൽ ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഉറങ്ങാനുണ്ടാകും. അല്ലെങ്കിൽ മനുഷ്യന് അധ്വാനിക്കാൻ, പ്രവർത്തിക്കാൻ, മനുഷ്യൻ എന്താണോ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ചെയ്യാനൊക്കെ സൗകര്യം കിട്ടുന്ന വിധം ആണ് ശരീരത്തെ അല്ലാഹു തആല സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യന് പകൽ അധ്വാനിക്കാൻ കഴിയും. അതാണ് നുഷൂർ എന്ന് പറഞ്ഞത്. നഷറ എന്ന് പറഞ്ഞാൽ പരന്നു എന്നാണ്, വ്യാപൃതനാകുക അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽക്കുക എന്നൊക്കെയാണ് വാക്കിൻ്റെ അർത്ഥം. ഉറക്കത്തിൻ്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ പഠിപ്പിച്ച പ്രാർത്ഥന അൽഹംദുലില്ലാഹില്ലദി അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുഷൂർ. എന്നെ മരിച്ച ശേഷം ജീവിപ്പിച്ച അല്ലാഹ്ക്കാണ് സ്തുതി, അവനിലേക്ക് തന്നെയാണ് നുഷൂർ അഥവാ ഉയർത്തെഴുന്നേൽപ്പ്, മരിച്ച് രണ്ടാമതും ജീവിക്കുക, അതതിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതാലോചിച്ചാൽ അള്ളാഹുവിനെ മാത്രമല്ല പരലോകത്തെയും മനസ്സിലാകും എന്നർത്ഥം. സൂറത്തു നബയിൽ ഇതേ ആശയം അല്ലാഹു തആല പറഞ്ഞത് നമുക്കറിയാലോ. വജഅൽനാ നൗമക്കും സുബാത്ത വജഅൽനൽ ലൈല ലിബാസ വജഅൽനൻ നഹാറ മആഷ. പകലിനെ ജീവിത സമയമാക്കിയിരിക്കുന്നു എന്നാണ്. അഥവാ മനുഷ്യൻ ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവൻ ഉപജീവന മാർഗം കണ്ടെത്തുന്നതും ദുനിയാവിലെ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതുമൊക്കെ പകലിലാണ്. ഇവിടെ പറയുന്നത് അതിനൊക്കെ പറ്റുന്ന തരത്തിൽ, അഥവാ മരിച്ച മനുഷ്യനെ പോലെ ഉറങ്ങിക്കിടക്കുന്നവൻ ഉയർത്തെഴുന്നേൽറ്റവനെ പോലെ, പരലോകത്തേക്ക് ഉയർത്തെഴുന്നേൽക്കുന്നത് പോലെ ഉയർത്തെഴുന്നേൽക്കുന്നത് അള്ളാഹു സംവിധാനിച്ചു വെച്ചത് കൊണ്ടാണ്, അല്ലാതെ മനുഷ്യൻ്റെ സ്വന്തം തീരുമാനം കൊണ്ടല്ല എന്ന് ചുരുക്കം. ഇങ്ങനെ സ്വന്തം ശരീരത്തിൻ്റെ നിലനിൽപ്പും ജീവിതവും ഒന്ന് പരിശോധിച്ചാൽ തന്നെ അള്ളാഹുവിനെയും പരലോകത്തെയും മനസ്സിലാക്കാമെന്നിരിക്കെ മനുഷ്യൻ താൽക്കാലികളെപ്പോലെ ചിന്തിക്കാതെ നടക്കുകയും എന്നിട്ട് ഞാൻ എനിക്ക് തോന്നിയതുപോലെ ജീവിക്കും എന്ന് തീരുമാനിച്ച് ദേഹേച്ഛയെ ഇലാഹാക്കി വിഡ്ഢിത്തം ചെയ്യുകയുമാണ് ചെയ്യുന്നത്. എന്നിട്ട് അവർ ആ പരലോക നിഷേധികൾ, നേരത്തെ പറഞ്ഞല്ലോ, പിന്നെ പരലോകത്തെ നിഷേധിക്കുന്ന ആളുകൾ ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഈ സൂറത്തിലെ ചോദ്യങ്ങളെ അല്ലാഹു തആല പരാമർശിച്ചത്. 21-ാമത്തെ ആയത്തിൽ വഖാലല്ലദീന ലാ യർജൂന ലിഖാഅന, നമ്മെ കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷിക്കാത്ത ആള് പറഞ്ഞിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതുപോലെ 11-ാമത്തെ ആയത്തിൽ ബൽ കസ്സബൂ ബിസ്സാഅത്തി വഅതദ്നാ ലിമൻ കസ്സബ ബിസ്സാഅത്തി സഈറ, അവര് അന്ത്യനാളിനെ കളവാക്കിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അവ പറഞ്ഞു വന്നത് ഈ സംവിധാനങ്ങളെ ഒക്കെ ആശ്രയിച്ച്, അള്ളാഹു ഉണ്ടാക്കിയ സംവിധാനങ്ങളെ ആശ്രയിച്ചാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ അള്ളാഹുവിനെ മനസ്സിലാക്കും.
അതുപോലെ തീരുമാനിച്ചാലും മരണം വരുന്നത് പോലെ വരുന്ന ഉറക്കം, അതുപോലെ ഉയർത്തെഴുന്നേൽപ്പ് വരുന്നത് പോലെ വരുന്ന ഉണർവ്, ഇതൊക്കെ ആലോചിച്ചാൽ പരലോകത്തെ കൂടി മനസ്സിലാകും. പക്ഷേ ഇതൊന്നും ചിന്തിക്കാതെയാണ് ഇവന്മാർ നാൽക്കാലികളെ പോലെ നടക്കുന്നത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത്. ഇനിയും അതിൽപ്പെട്ട കാര്യങ്ങൾ വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖത്തൻ വനദറ അല്ലാഹുമ്മ ജ്അലിൽ ഖുർആന റബീഅ ഖുലൂബിനാ ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا آتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم من تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين.